ഇത് ഞാൻ ഒരു സോയാ ചങ്ക്സ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇടുകയാണ്. ഇനി ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു. ഒരു 10-12 വെളുത്തുള്ളിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, നന്നായിട്ട് ചതച്ചിട്ടതാണ്. ഇതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പിടുകയാണ്. ഉപ്പിടുമ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും. അതിനു വേണ്ടിയാണ് ഉപ്പിടുന്നത്. കുറച്ച് മഞ്ഞളും ഇടുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടുകയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ്. കാരണം ഓൾറെഡി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നു. ഞാൻ ഇത് വീഡിയോ സ്കിപ്പായി പോയതാണ്. ഞാൻ സോയാ ചങ്ക്സ് ഉപ്പും മഞ്ഞളും ഇട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് തണുത്തപ്പോൾ അത് പിഴിഞ്ഞ് എടുത്തതാണ്. അത് ഇട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുകയാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിടുകയാണ്. കുക്കറിൽ നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിക്കണം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ സോയാ ചങ്ക്സിനൊരു വല്ലാത്ത ടേസ്റ്റ് ഉണ്ടല്ലോ, അതും വരികയില്ല. ഇങ്ങനെ കുക്കറിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ. അതിനിടയ്ക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഒരു 2-3 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2-3 വിസിലൊക്കെ ഇട്ടു. അതിൻ്റെ ഗ്യാസൊക്കെ പോയി. തുറന്ന് നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. സോയയൊക്കെ ആ മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയും നമുക്കൊന്നുകൂടെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിനായിട്ട് അതുകൊണ്ട് കടുകും കുറച്ച് ജീരകവും കൂടെ പൊട്ടിക്കുകയാണ്. അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കറി ഇട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ എന്തെങ്കിലും ചേർത്താൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത്രയും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഇത് നമ്മുടെ നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.